Good morning, children. Today we are going to learn how to convert a fraction into decimal. ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ദശാംശ രൂപത്തിലേക്ക് ആക്കാം. There are so many methods. Now we will discuss it one by one. Firstly, എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ്ലി what we have to do is how to convert a fraction with the denominators powers of 10. Fraction with the denominators powers of 10 to decimal. 10ൻ്റെ പവറുകളായ ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമൽ ആക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ്ലി ഇപ്പോൾ 3/10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 3 എഴുതിയിട്ട് 3യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ in order to divide a number with a 10 what we have to do is move the decimal place one number left. ഒരു നമ്പർ ലെഫ്റ്റിലേക്ക് ഡെസിമൽ പ്ലേസ് മാറുന്നു. ഇപ്പം നമുക്കറിയാം 3 മീൻസ് 3 കഴിഞ്ഞിട്ടാണ് ഡെസിമൽ ഇപ്പോൾ കിടക്കുന്നത് 3.0 അല്ലെ 3. അവിടുന്ന് ഒരു പ്ലേസ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 0.3 ആവും. ഇനി അടുത്തത് ഇപ്പം 9/10 ആണെങ്കിലോ 9 എഴുതിയിട്ട് ഇപ്പം ഡെസിമൽ കിടക്കുന്നത് ഇവിടെയാണ്. അവിടെ നിന്ന് ഒരു പ്ലേസ് ഇപ്പുറത്തോട്ട് മാറും 0.9. അതുപോലെ ഇപ്പം 5/10 ഈസ് 0.5, 6/10 ഈസ് 0.6. അതായത് ഒരു പ്ലേസ് ഇട്ടാൽ മതി. ഇപ്പം 29/10 ആകുമ്പോഴോ 29 എഴുതിയിട്ട് ഇപ്പോൾ ഡെസിമൽ കിടക്കുന്നത് ഇവിടെയാണ്. അവിടെ നിന്ന് ഒരു പ്ലേസ് ഇപ്പുറത്തോട്ട് മാറി ഒരു പ്ലേസ് പുറകോട്ട് മാറി 2.9 ആവും. അപ്പോൾ 36/10 ഈസ് 3.6. സിമിലാർലി ഇപ്പോൾ 247/10 എന്ന് പറയുമ്പോൾ 247 എഴുതിയിട്ട് ഒരു പ്ലേസ് ഇപ്പുറത്തോട്ട് പറയും 24.7. അപ്പോൾ നിങ്ങൾക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് how to convert a fraction with the denominator 100 ഡിനോമിനേറ്റർ ആയ ഫ്രാക്ഷനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ 29/100 ആണെന്നിരിക്കട്ടെ. അപ്പോൾ 29 എഴുതിയിട്ട് 100 ആയതുകൊണ്ട് 2 ഡെസിമൽ പ്ലേസ് 100ന് 2 zeros ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അത്രയും ഡെസിമൽ പ്ലേസ് പുറകോട്ട് വരുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് മാറുമ്പോൾ 0.29 ആകും. ഇനി 34/100 ആണെങ്കിൽ 34 കഴിഞ്ഞ് 2 ഡെസിമൽ പ്ലേസ് 0.34 ആകും. അതുപോലെ 294/100 ആണെങ്കിൽ 294 എഴുതിയിട്ട് 2 പ്ലേസ് മാറുമ്പോൾ 2.94 ആകും. ഇനി ഒരു പ്ലേസേ ഉള്ളെങ്കിൽ 9/100 എന്നാണെങ്കിൽ 9 എഴുതിയിട്ട് ഒരു പ്ലേസ് കഴിഞ്ഞു, പക്ഷേ ഇപ്പുറത്ത് ഇനി ഒരു പ്ലേസ് കൂടെ മാറാൻ ഇടയില്ലാത്തതുകൊണ്ട് നമ്മളൊരു 0 കൊടുക്കണം. അപ്പോൾ 2 പ്ലേസ് മാറി 0.09 ആവും. അപ്പോൾ 8/100 എത്രയാകും? 8 എഴുതിയിട്ട് ഒരു പ്ലേസേ ഉള്ളൂ, രണ്ടാമത്തെ ഡെസിമൽ പ്ലേസിന് 0 കൊടുത്തിട്ട് 0.08 എന്ന് വായിക്കണം. അപ്പോൾ നിങ്ങൾക്കിത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ഡെസിമൽ പ്ലേസ് 2 പ്ലേസ് ചാടുക. അപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കലി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിലോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 3 ഡെസിമൽ പ്ലേസ് ചാടും. 2942 3 പ്ലേസ് ഇപ്പോഴത്തെ വരുമ്പോൾ 2.942 1 2 3 കണ്ടോ 2.942. ഇനിയിപ്പം 2686/1000. അപ്പോൾ 2686 എഴുതിയിട്ട് ഒരു 3 പ്ലേസ് കഴിഞ്ഞ് കുത്തിടുമ്പോൾ 2.686 എന്നാവും. ഇനി ഒരു കാര്യം പറയണ്ട, ഇപ്പം 2920 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 2920 എഴുതി 3 പ്ലേസ് മാറിയിട്ട് നമ്മളൊരു കുത്തു കൊടുത്തു. ഇപ്പോൾ 2.920 അത് 2.92 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഡെസിമൽ കഴിഞ്ഞിട്ട് എൻഡിങ്ങിൽ കിടക്കുന്ന 0യ്ക്ക് വിലയില്ല. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരുപോലെയാണ് ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ടാണെങ്കിൽ. ഇനി അപ്പം 9നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ത് ചെയ്യണം? 9 എഴുതി 3 പ്ലേസ് വേണം, ഒരു പ്ലേസേ ഉള്ളൂ. 3 പ്ലേസ് പുറകോട്ട് ചാടാൻ രണ്ടാമത്തെ പ്ലേസും മൂന്നാമത്തെ പ്ലേസും നമ്മൾ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 0.009. അപ്പോൾ 8/1000 എത്രയായിരിക്കും? 8 എഴുതി
ഫസ്റ്റ് പ്ലേസ് ചാടി. സെക്കൻഡ് പ്ലേസും തേർഡ് പ്ലേസും ഇല്ലാത്തതുകൊണ്ട് 2 0 ഇട്ട് കൊടുത്തിട്ടു. അപ്പോൾ 0.008. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 3 പ്ലേസ് പുറകോട്ട് ചാടണം. അപ്പം 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്ര പ്ലേസ് ചാടണം? 4 പ്ലേസ് പുറകോട്ട് മാറണം. ഞാൻ ആ റൂളെല്ലാം കൂടെ ഒന്നും കൂടെ പറയാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 1 പ്ലേസ് പുറകോട്ട് പോകണം. 100 ആണെങ്കിൽ 2 ഡെസിമൽ പ്ലേസ് വേണം. ദെൻ 1000 ആണെങ്കിൽ 3 ഡെസിമൽ പ്ലേസ് വേണം. 10,000 ആണെങ്കിൽ 4 ഡെസിമൽ പ്ലേസ് വേണം. അതായത് നമ്പർ ഓഫ് സീറോസ് എത്രയുണ്ടോ അത്രയാണ്. 10-ൽ ഒരു 0 ഉള്ളപ്പോൾ 1 ഡെസിമൽ പ്ലേസ്. 100 ആകുമ്പോഴത്തേന് 2 0 ഉള്ളതുകൊണ്ട് 2 ഡെസിമൽ പ്ലേസ് പുറകോട്ട് വരണം. അങ്ങനെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. ഇനി ചെയ്യുന്നത് ഡിനോമിനേറ്റേഴ്സ് 100ലേക്ക് ആക്കാൻ പറ്റാവുന്ന നമ്പേഴ്സ്. ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് 10ൻ്റെ പവേഴ്സിലേക്ക് ആക്കാൻ പറ്റുന്നു. 3 വേണ്ട, 1/2. അതിനെ ഡെസിമലിലേക്ക് ആക്കാൻ പറഞ്ഞാൽ നമുക്ക് 2-നെ 10 ആക്കാം. 2 × 5 ആണ് 10. അപ്പോൾ മുകളിലും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ഇൻറ്റു ചെയ്യണം. 1 × 5 ഈസ് 5, 2 × 5 ഈസ് 10. സോ 5/10 എന്ന് പറഞ്ഞാൽ 5 എഴുതിയിട്ട് 1 ഡെസിമൽ പ്ലേസ് ഉള്ളൂ, 0.5. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തത്? ഈ 2-നെ ഗസ് ചെയ്ത് 10-ഓ 100-ഓ 1000-ഓ അങ്ങനെ എന്തെങ്കിലും ഡിനോമിനേറ്റർ ആക്കാവോ എന്ന്. ഒരു 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് 10 ആകും. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ഞാൻ ഒരു 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ന്യൂമറേറ്ററിലും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അത് താഴെ എന്ത് എക്സ്ട്രാ കൊടുക്കുന്നോ അത് തന്നെ ന്യൂമറേറ്ററിലും എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ 1 × 5 ഈസ് 5, 2 × 5 ഈസ് 10, 5/10 0.5. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇപ്പോൾ നമുക്ക് 1/20 ആയിരുന്നെങ്കിലോ, 20 ആയിരുന്നെങ്കിൽ 1/20 ആണെങ്കിൽ 20 × 5 ചെയ്താൽ 100 ആവും. അപ്പം ന്യൂമറേറ്ററിലും × 5 ചെയ്തു. അപ്പം ഞാൻ താഴെയും ഒരു × 5 ചെയ്തു, ന്യൂമറേറ്ററിലും ഒരു × 5 ചെയ്തു. 1 × 5 ഈസ് 5, 20 × 5 ഈസ് 100. അങ്ങനെ 5 എഴുതി. 100 ആയതുകൊണ്ട് 2 ഡെസിമൽ പ്ലേസ്, അപ്പോൾ ഒരു 0 കൊടുത്തിട്ടിട്ടു 0.05. അപ്പോൾ നമുക്ക് തരുന്ന ഡിനോമിനേറ്ററിനെ 10ലേക്കോ 100ലേക്കോ 1000ലേക്കോ ഒക്കെ മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഡെസിമൽ എഴുതാൻ പറ്റും. അതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, പറയാം. ഇപ്പം നമ്മളോട് പറയുകയാണ് 3/40. 40യെ പെട്ടെന്ന് ചിന്തിച്ചിട്ട് 10ഉം ആക്കാൻ പറ്റുന്നില്ല, 100ഉം ആക്കാൻ പറ്റുന്നില്ല. 40 എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? എനിക്കിപ്പം അറിയാം 40യെ 25 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് 1000 ആകുമെന്ന്. എന്നാലും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. 40യെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാം. ആദ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 വന്നു. ഇനി നമ്മൾ 10-ഓ 2-ഓ 5-ഓ ഇതുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 2s are 4. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. അപ്പോൾ ലാസ്റ്റ് 1 വന്നപ്പോൾ നിർത്തി. അപ്പോൾ 40യെ 10 × 2 × 2, 10 × 2 × 2 എന്ന്. 10 × 2 ഈസ് 20, 20 × 2 ഈസ് 40. അപ്പോൾ ഇവിടെ ഒരു 10 ഉണ്ട്. ഇനി ഈ 2 2-നെ 10 ആക്കണം. അതിനെന്ത് ചെയ്യണം? അവിടെ ഒരു 5 കൊടുക്കണം, അപ്പുറത്തും ഒരു 5 കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇതിനെ 10 ആക്കി, അതിനെ 10 ആക്കി. അങ്ങനെ മൊത്തം 10 × 10 ഈസ് 100, 100 × 10 ഈസ് 1000. അപ്പോൾ 2 5 ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് 1000 ആകും. ഇപ്പോൾ 2 5 × 5 എത്രയാണ്? 25 ആണ് നമ്മളിവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്നത്. ഈ 5 25 എക്സ്ട്രാ ഇൻറ്റു ചെയ്തുകൊണ്ട് ഈ 3യെയും 25 കൊണ്ട് എക്സ്ട്രാ ചെയ്യണം. 40യെ 25 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ഇത് 1000 ആയി എന്നിപ്പോൾ കണ്ടതാണ്. സോ 25 × 3 ഈസ് 75/1000 എന്ന് വരും. ദാറ്റ് ഈസ് 0.075. അതാണ് ഉത്തരം. I'll explain once again.
ഇപ്പം നമുക്ക് 5/16 കിട്ടിയെന്ന് വെക്കാം. 16നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 10ഓ 100ഓ 1000ലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കി. പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ 16നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. 16നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 ഉള്ളൂ. 10ഓ 5ഓ 2 പറ്റുള്ളൂ. 2 ആകുമ്പോൾ 8 2s are 16. 8നെ 2 ആകുമ്പോൾ 4 2s are 8. 4നെ 2 ആകുമ്പോൾ 2 2s are 4. ആ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. ലാസ്റ്റ് 1 വരുമ്പോൾ നിർത്തുക. അപ്പോൾ ഈ 16നെ 2 × 2 is 4, 4 × 2 is 8, 8 × 2 is 16. ഒരു 4 2 ആണ് ഇതിനകത്തുള്ളത്. ഇതിനെല്ലാം 10 ആക്കാൻ എന്ത് ചെയ്യണം? × 5 ഇവിടെയും കൊടുക്കണം, ഇവിടെ × 5 കൊടുക്കണം, ഇവിടെ × 5 കൊടുക്കണം, ഇവിടെ × 5 കൊടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണി നോക്കണം. 10 × 10 is 100, 100 × 10 is 1000, 1000 × 10 is 10,000. അപ്പോൾ ഡിനോമിനേറ്റർ 10,000 ആയി. എത്ര 5 കൊണ്ടാണ് ഇൻറ്റു ചെയ്തിരിക്കുന്നത്? 1 2 3 4. അതായത് 5 × 5 is 25, 25 × 5 is 125, 125 × 5 is 625. സോ 625 കൊണ്ടാണ് ഇൻറ്റു ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ 5നെയും 625 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അങ്ങനെ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 625 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ തീരുമാനിച്ചു. 625 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത് കണ്ടുപിടിച്ച മെത്തേഡ് 625 × 5, 2 2 5s are 10 + 2 12, 1 6 5s are 31. സോ ന്യൂമറേറ്റർ 3125 വരും. 625നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഇതിപ്പോൾ 4 ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ 0.3125 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 16നെ ഫാക്ടറൈസ് ചെയ്തു, കുറേ 2 കിട്ടി, 4 2 കിട്ടി. ആ 2നെ എല്ലാം 10 ആക്കാൻ എല്ലാത്തിനും ഓരോ 5 കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി മൊത്തം 4 10 ഉണ്ട്. അപ്പോൾ അത് 10,000 ആവും ഡിനോമിനേറ്ററിൽ. ആ എക്സ്ട്രാ ഇട്ട 4 5 5 × 5 × 5 × 5 625 ആണ്. അത് ന്യൂമറേറ്ററിലും ഇൻറ്റു ചെയ്യണം. അപ്പോൾ അത് 5 5s are 25, 2 2 5s are 10, 10 + 2 is 12, 1 6 5s are 30 + 1. അതെ, 3125 ആണ്. ബൈ 10,000 വരുമ്പോൾ 0.3125 എന്നായി മാറും. ഇതാണ് നമ്മൾ ഡിനോമിനേറ്ററിനെ പറ്റുമെങ്കിൽ 10ൻ്റെ പവറിലേക്ക് മാറ്റുക. ഇനി ഇതൊന്നും ചെയ്യാൻ പോകണ്ട. നമുക്കൊരു നമ്പർ ഇപ്പോൾ തന്നതുപോലെ 3/5/16 എന്ന് തന്നാൽ നേരെ 5നെ 16 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താലും മതി. 5നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുണ്ട്. പോയിൻ്റ് ഇട്ടിട്ട് 50 ഇട്ടു. 16 ആകുമ്പോഴത്തേക്കിന് 16 3s are 48, 2 ഒരു 0 കൊടുത്തു. 16 1 is 16, 4 ഒരു 0 കൊടുത്തു. 16 2s are 32, 8 80, 16 5 is 80. അങ്ങനെ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇത് ഓരോരോ ഷോർട്ട് കട്ട് മെത്തേഡാണ് മുമ്പേ പറഞ്ഞത്. ഇനി ഏത് ഫ്രാക്ഷൻ കിട്ടിയാലും ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കിക്കൊള്ളുക. അപ്പോൾ അതിൻ്റെ ഡെസിമൽ നമ്പർ കിട്ടുന്നതായിരിക്കും. ഇപ്പം 3/40 ഞാൻ മുമ്പ് ചെയ്ത് കാണിച്ചു. ഇൻറ്റു 25 ചെയ്യുമ്പോഴത്തേന് 25 × 3 ഈസ് 75/1000 എന്ന് വരും. ദാറ്റ് ഈസ് 0.075. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3/40 നേരെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3-ക്കകത്ത് 40 ഇല്ല, പോയിൻ്റ് ഇട്ട് 0 കൊടുത്തു. 30-ക്കകത്ത് ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൊടുത്തിട്ട് ഒരു 0 കൂടെ 300. 40 × 7 ആകുമ്പോൾ 280.
ബാക്കി 20. ഇതിലൂടെ ഒരു 0 എക്സ്ട്രാ കൊടുത്ത് 200. 40 × 5 ഈസ് 200. സോ 0.075 നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്താലും മതിയാകുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിനോമിനേറ്റർ 9 വന്നാൽ 1/9 ഈസ് 0.1111, 2/9 ഈസ് 0.2222, പിന്നെ 3/9 1/3 ആകും. 3/9 ഈസ് 0.3333, 3/9 ഈസ് 1/3. ഡിനോമിനേറ്ററും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അങ്ങനെയാവും. അതുപോലെ 4/9 ഈസ് 0.4444. അങ്ങനെ ചില കാര്യങ്ങൾ, ഈ ഒരു നമ്പർ ഇത് പ്രത്യേകം ഓർത്ത് വെക്കുക. അത് നമുക്ക് ന്യൂമറേറ്റർ 9 ആണെങ്കിൽ ന്യൂമറേറ്റർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ 6/9 ചെയ്യുമ്പോൾ നമ്മൾ ബോത്ത് സൈഡ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 2/3 ആവും. ഇപ്പോൾ 2/3 നമ്മൾ 2/3 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 0.20, 6 3s are 18. അത് 6/9 ആവും. 0.666 എന്ന് വരും. അപ്പോൾ 6/9 2/3 സെയിം ആണ്, 0.666 എന്ന് വരും. ഇപ്പോൾ ഡിനോമിനേറ്റർ 9 ആണെങ്കിൽ ന്യൂമറേറ്റർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, അത് ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്ക് ഫ്രാക്ഷനെ ഡെസിമലാക്കാൻ പല മെത്തേഡ് ഇപ്പോൾ പഠിച്ചു. എല്ലാ മെത്തേഡും ഓർത്തില്ലെങ്കിലും ഡയറക്റ്റ് ഡിവൈഡ് ചെയ്തും നിങ്ങൾക്ക് ഡെസിമലാക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു.